ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് അർജുനും മീനും അഖിലയും ഗൗതവും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അപ്പോൾ അങ്ങോട്ടേക്ക് വന്നു. അതെ, ഈ എല്ലാ വർഷവും ഈ ഹോട്ടലിൽ ഇവിടെ വച്ചിട്ട് എല്ലാ കപ്പിൾസിന് വേണ്ടിയിട്ട് ഒരു മത്സരം സംഘടിപ്പിക്കാറുണ്ട്. മിസ്സിസ് 2024 എന്നാണ് ഇപ്പം അതിൻ്റെ കോമ്പറ്റീഷൻ്റെ പേര്. വിന്നറാവുന്ന കപ്പിൾസിന് വിന്നർ മൊമെൻറ്റോയും ക്യാഷ് പ്രൈസും ഒക്കെ നൽകുന്നതായിരിക്കും. അപ്പോൾ ഇവരിങ്ങനെ നോക്കുകയാണ്. നിങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കണമെന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു. പങ്കെടുക്കാം അർജുൻ എന്ന് മീനു ഇങ്ങനെ പറഞ്ഞു കേട്ടോ. നിങ്ങൾക്കും അത് രസകരമായിരിക്കും. നല്ല അടിപൊളി ഗെയിംസും അതുപോലെ തന്നെ കുറേ ഗെയിംസും അതുപോലെ അങ്ങനെ പല പല സെഗ്മെൻ്റ് ആയിട്ടാണ് വരിക. നിങ്ങൾക്കും എന്താണെങ്കിലും നല്ല രസമായിരിക്കും. നിങ്ങൾ ഉറപ്പായിട്ടും പങ്കെടുക്കണം എന്ന് പറഞ്ഞു. ക്യാഷ് പ്രൈസും മൊമെൻറ്റോയും ഉണ്ട് ജയിക്കുന്നവർക്ക്. അപ്പോൾ ഇവരിങ്ങനെ പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ട് ആ മേഡം അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ അതേ മിസ്സിസ് ആൻഡ് മിസ്സിസ് സ്റ്റാർ കോമ്പറ്റീഷന് 4 പേരും എത്തിയിരിക്കുകയാണ് കേട്ടോ. മീനുവും അർജുനും അഖിലയും ഗൗതവും. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി എല്ലാ കപ്പിൾസും ഇങ്ങനെ ചിരിച്ച് സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എങ്കിൽ അഖിലയും ഗൗതവും മാത്രം മോതയും വീർപ്പിച്ച് രണ്ടുകൂടെ ഇങ്ങനെ കാണിച്ചു തരാം എന്നുള്ള മട്ടിലിങ്ങനെ മുഖവും ചിരിച്ച് പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതേണ്ട അവിടെ ആങ്കർ കയറി നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. അപ്പം എന്താണെങ്കിലും ഗ്രാൻഡ് ഓപ്പണിംഗ് സെറമണി ആണെങ്കിൽ മിസ്റ്റർ ആൻഡ് മിസ്സിസ് 2024. അപ്പം എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് എല്ലാ കപ്പിൾസിനും സ്വാഗതം എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങുന്നത്. ഏറ്റവും മികച്ച കപ്പിൾസിനെ തിരഞ്ഞെടുക്കുന്ന മത്സരമാണ് ഇന്നിവിടെ നടക്കാൻ പോണത്. അപ്പോൾ മത്സരത്തിൽ ആകെ 6 റൗണ്ട്സാണുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സ് നേടുന്ന കപ്പിൾസ് ആയിരിക്കും ടൈറ്റിൽ വിന്നർ. ആദ്യ റൗണ്ട് ആരംഭിക്കാൻ പോവാണ്. എല്ലാവരും റെഡിയല്ലേ? റെഡിയാ എന്ന് പറഞ്ഞു. അപ്പോൾ അഖിലയും ഗൗതം ഇങ്ങനെ നോക്കുന്നുണ്ട്. ആദ്യത്തേത് മനപ്പൊരുത്തം റൗണ്ടാണ് കേട്ടോ. അതായത് ഭാര്യ ഭർത്താവിനെക്കുറിച്ചും ഭർത്താവ് ഭാര്യയെക്കുറിച്ചും എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പരീക്ഷിക്കുന്ന ഒരു റൗണ്ടാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. ബെസ്റ്റ്, അടിപൊളി എന്നകിൽ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് ഗൗതത്തിൽ നോക്കുകയാണ്. പൊളിച്ചടുക്കും രണ്ടുപേരും. അപ്പോൾ മത്സരത്തിൽ ഞാൻ ഭർത്താക്കന്മാരോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. അവർ പറയുന്ന അതേ ഉത്തരമാണോ ആ ചോദ്യങ്ങൾക്ക് ഭാര്യമാർ പറയുന്നത് എന്ന് നമ്മൾ പരിശോധിക്കുന്നു. കൂടുതൽ സമാനമായ ഉത്തരങ്ങൾ പറയുന്ന ജോഡിയായിരിക്കും ഈ റൗണ്ടിലെ ഏറ്റവും വലിയ വിന്നർ. ഓക്കെ, അപ്പോൾ എല്ലാവരും സെറ്റാക്കി മത്സരത്തിൽ പങ്കെടുക്കുന്ന ഭാര്യമാരെല്ലാവരും റിസോർട്ടിലെ സെക്യൂർ റൂമിൽ പോയിരിക്കുക. അവിടേക്ക് പൊക്കോളും എല്ലാവരും തന്നെ. അതെന്താണെന്ന് വെച്ചാൽ ഭർത്താക്കന്മാരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ കേൾക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞത്. അപ്പോൾ ഇവരിങ്ങനെ നോക്കി. എന്നിട്ട് അഖിലയും മീനും അതുപോലെ തന്നെ ബാക്കിയുള്ള കപ്പിൾസും എല്ലാവരോടെ എഴുന്നേറ്റ് പോയി. ബെസ്റ്റ് ആയിരിക്കും എന്നോട് അഖില പറഞ്ഞു. ഓൾ ദ ബെസ്റ്റ് അർജുനേട്ടാ എന്ന് അഖില പറഞ്ഞിട്ട് നേരെ അവർ അപ്പുറത്തെ റൂമിലേക്ക് അങ്ങ് പോയി. അപ്പോൾ മത്സരം ആരംഭിക്കല്ലേ? അപ്പം ആരംഭിക്കാം. എന്താണെങ്കിലും 0 മാർക്ക് വാങ്ങിയിട്ട് ഞങ്ങൾ നാണം കെടും, ഉറപ്പ്. അപ്പോൾ ഗൗതങ്ങനെ ആദ്യ കണ്ടൻസ്റ്റിനെ ഞാൻ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതേണ്ട സോ വെൽക്കം എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നൊരു വേറൊരു ഒരാളെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം കയറി, ഹായ് സർ, എന്താ സാറിൻ്റെ പേരെന്താണ്, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. ഹായ്, നിങ്ങളുടെയും ഭാര്യയുടെയും പേര് പറയൂ സാർ. എൻ്റെ പേര് കാർത്തിക്, വൈഫിൻ്റെ പേര് സാന്ദ്ര. അപ്പം നമുക്ക് ആ ബൗളിൽ നിന്ന് ഒരു കുറിപ്പെടുത്ത് എനിക്ക് തരുമോ? അതിലെഴുതിയിരിക്കുന്ന ചോദ്യങ്ങളായിരിക്കും ഞാൻ സാറിനോട് ചോദിക്കാൻ പോണത്. ഓക്കെ. അപ്പോൾ അവിടെ ഇരുന്ന ബൗളിൽ നിന്ന് ഒരു കുറിപ്പെടുത്ത് നേരെ കുട്ടിയുടെ കയ്യിലേക്ക് കൊടുത്തു. അപ്പോൾ ഈ കുട്ടി കയ്യിൽ അത് വാങ്ങിച്ച ശേഷം അതിങ്ങനെ വായിക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ഭാര്യ പഠിച്ച വിദ്യാലയം ഏതാണ്? ഗവൺമെൻറ് ഗേൾസ് സ്കൂൾ, ഷൊർണൂർ എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് മാറി ഇവരോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ കണ്ടൻസ്റ്റൻസ് ഇങ്ങനെ മാറി വന്നു. ഓരോരുത്തരെയായിട്ട് മാറി വിളിച്ചു. അവസാനം നമ്മുടെ ഗൗതത്തിനെ വിളിച്ചു കേട്ടോ. അപ്പോൾ ഗൗതം ഞാനോ എന്നൊക്കെ പറഞ്ഞ് മടിച്ചു നിന്നു. പോടാ എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗതം നേരെ അവസാനം സ്റ്റേജിലേക്ക് കയറി ചെന്നിട്ട് സർ, നിങ്ങളുടെ ഭാര്യയുടെയും പേര് പറയൂ. ഗൗതം, അഖില. ഓക്കെ, ശരി, നൈസ് നെയിം. സർ, ബൗളിൽ നിന്ന് ഒരു കുറിപ്പെടുത്തോളൂ സർ എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗതം അതിൽ നിന്ന് കൈയിട്ട് ഒരു കുറിപ്പെടുത്തു. എന്നിട്ട് ഈ കുട്ടീനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ആ കുട്ടി അത് വാങ്ങിച്ചിട്ട് ഓ സാറ് ഭയങ്കര ഭാഗ്യവാനാട്ടോ, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് സാറിന് കിട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗതം ഇങ്ങനെ നിൽക്കണം. അതെ, നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട നടൻ ആരാണ്? അപ്പോൾ വേഗം തന്നെ അവൻ ആലോചിച്ചിട്ട് ഷാറുഖ് ഖാൻ ആണെന്ന് തോന്നുന്നു. അതോ പറയണ്ട, വേറെ പറയാം. അല്ല സർ, അറിയില്ലേ? അവൾക്ക് ഇഷ്ടപ്പെട്ട നടൻ സെന്തിലാണ് എന്ന് പറഞ്ഞു. ഓക്കെ, സെന്തിൽ.
അപ്പോൾ എല്ലാവരും കൈയടിച്ചു കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കോപം വന്നാൽ നിങ്ങൾ ഭാര്യയെ എന്താണ് വിളിക്കാറ്? അത് കുട്ടിത്താറാവ് എന്ന് പറഞ്ഞു. അപ്പോഴവിടെ നിന്ന് എല്ലാവരും കൈയടിച്ചു, ചിരിയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളോട് കോപം വന്നാൽ എന്താണ് വിളിക്കാറ്? മടിക്കണ്ട സർ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ, ഇതൊരു മത്സരമല്ലേ. അത് പിന്നെ അവൾ സാമ്പാർ എന്ന് വിളിക്കും. സാമ്പാർ, ഓക്കെ, കൊള്ളാം. അപ്പോൾ എല്ലാവരും ചിരിക്കുകയാണിരുന്നത്. അപ്പോൾ ഇവന് നാണമൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ലാത്ത നിങ്ങളുടെ ഹാബിറ്റ് എന്താണ് സർ? അത് മദ്യപാനം. അത് നിങ്ങളുടെ ഭാര്യയ്ക്ക് മാത്രമല്ല, ഒരു ഭാര്യമാർക്ക് ഇഷ്ടപ്പെടില്ല, സ്വാഭാവികം. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ സാർ. ഇനി നിങ്ങളുടെ ഭാര്യയുടെ ഫോൺ നമ്പറിൻ്റെ അവസാനത്തെ 4 ഡിജിറ്റ്സ് പറയുക. അയ്യോ, അതെനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അറിയില്ല, ഭാര്യയുടെ ഫോൺ നമ്പർ അറിയില്ല. അത് കൊള്ളാലോ സാർ, എങ്കിൽ ശരി, ഓക്കെ സാർ അവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. ഇനി അവസാനത്തെ കണ്ടസ്റ്റൻറ്റ് സർ വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അർജുനെ നേരെ സ്റ്റേജിലേക്ക് വിളിച്ചു. അപ്പോൾ ബോധത്തിന് ഭയങ്കര സന്തോഷമായി, ചേട്ടനാണല്ലോ. അപ്പോൾ നേരെ സ്റ്റേജിലേക്ക് കയറി ചെന്നു. സർ പറയോ, സാറിൻ്റെയും വൈഫിൻ്റെയും പേര് പറഞ്ഞോളൂ. എൻ്റെ പേര് അർജുൻ, വൈഫിൻ്റെ പേര് മീനാക്ഷി. മീനു എന്ന് വിളിക്കും. ഓക്കെ സർ, നല്ല പേര്, താങ്ക് യു. നിങ്ങളും ഗൗതവും ബ്രദേഴ്സ് ആണല്ലേ? അതെ സർ. അതുപോലെ മാത്രമല്ല, ഞങ്ങളുടെ ഭാര്യമാരും സഹോദരികളാണ്. അപ്പോൾ ഇവർക്കായിട്ട് നല്ലൊരു കയ്യടി കൊടുത്തേ നിങ്ങൾ. അപ്പോൾ എല്ലാവരും നല്ല കയ്യടിയൊക്കെ കൊടുക്കുകയാണ്. ഇവരൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്, ഹാപ്പി ആയിട്ടാണ്. സർ, അപ്പം നമുക്കതിൽ നിന്നൊരു കുറിപ്പങ്ങെടുത്താലോ സർ? അപ്പോൾ അർജുൻ അതിൽ നിന്നൊരു കുറിപ്പെടുത്ത് ദേ കൊടുത്തു. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഓരോന്നായിട്ട്. സർ, ആദ്യത്തെ ചോദ്യം, നിങ്ങളുടെ ഫോണിൻ്റെ പാസ്വേഡ് എന്താണ്? അയ്യോ, എൻ്റെ ഫോണിന് പാസ്വേഡ് ഇല്ല. ഭാര്യയുടെ ഫോണിന് പാസ്വേഡ് എന്താണ്? അവളുടെ ഫോണിനും പാസ്വേഡ് ഇല്ല. അതെന്താ അങ്ങനെ? അത് ഞങ്ങളുടെ ഫോണിൽ പരസ്പരം അറിയാത്ത രഹസ്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് പാസ്വേഡിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഒരു ദിവസം നിങ്ങളുടെ ഫോണുകൾ പരസ്പരം മാറി ഉപയോഗിക്കുമോ? ഒരു ദിവസമല്ല, വേണമെങ്കിൽ 1 വർഷം ഉപയോഗിക്കാം. ഓ, സൂപ്പർ ആൻസർ. വിവാഹത്തിന് മുൻപ് നിങ്ങൾക്ക് പ്രണയം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചോ. ഉണ്ടായിരുന്നു എങ്കിൽ അത് നിങ്ങളുടെ വൈഫിനോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? പ്രണയം ഉണ്ടായിരുന്നു, അത് വൈഫിനോട് പറയുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻസ്. ഇനി നിങ്ങളുടെ വൈഫിന് വിവാഹത്തിന് മുൻപ് പ്രണയം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അർജുൻ പെട്ടു. ഉണ്ടായിരുന്നു എങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ മിണ്ടാതെ കുറച്ചു നേരം നിന്നു. അപ്പോൾ ഗൗതം ഇത് കേട്ടിട്ട് ഇവരെന്തൊക്കെയാണ് ചോദിക്കുന്നത് എന്ന്. അപ്പോൾ അർജുൻ ഒന്ന് പേരത് പാനിക്കായിപ്പോയി. പെട്ടെന്ന് ഉണ്ടായിരുന്നു, മീനുവിനും പ്രണയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് എനിക്കും അറിയായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾ എപ്പോഴെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, വെരി ഗുഡ്. ശരി, ഇനി നിങ്ങൾ സീറ്റിൽ ചെന്നിരുന്നോളൂ. താങ്ക് യു സർ എന്നൊക്കെ പറഞ്ഞ് അർജുനോട് പോയിരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ അർജുൻ അവിടെ പോയിരിക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങളുടെ സുന്ദരിമാരായ ഭാര്യമാരെ പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കുമല്ലോ അല്ലേ? അവരിനി എന്തുത്തരം പറയും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഇങ്ങോട്ടേക്ക് വിളിച്ചാലോ അവരെ? എന്താണെങ്കിലും ക്ഷണിക്കാം എന്ന് തീരുമാനിച്ചു. സുനിത മേഡം പ്ലീസ് അവരെ ഒന്ന് വിളിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞു. അപ്പം മേഡം ചെന്ന് വിളിക്കാൻ പോവാണ്. എന്ന് പൊളിച്ചടുക്കും, മുട്ട വാങ്ങിക്കുന്നത് കാണാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ സുന്ദരിമാരന്മാരുടെ ഭാര്യമാരെത്താൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇതേ കയറി വരികയാണ് കേട്ടോ. അപ്പോൾ കയറി വന്നു. ഇനി നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങളുടെ ഭർത്താക്കന്മാർ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു, ഇനി നിങ്ങൾ റെഡിയല്ലേ? അപ്പോൾ റെഡി എന്ന് പറഞ്ഞു. സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പോണത് മിസ്സിസ് കാർത്തിക്കിനെയാണ്. പ്ലീസ് കം ടു ദ സ്റ്റേജ്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരായിട്ട് മാറി വന്നു. അവസാനം അഖിലാദേണ്ട കയറി വന്നു. അപ്പോൾ കയറി വന്ന ഉടനെ തന്നെ അഖിലയെ വിളിച്ചപ്പോൾ അഖില ഒന്നും മടിച്ചു കേട്ടോ. എന്തൊക്കെ ഇവൻ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുകയെന്ന് അറിയില്ലല്ലോ. അവസാനം അഖില പറഞ്ഞു, ഹലോ മേഡം നിങ്ങളുടെ പേര്? അഖില. ഓക്കെ, സോ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമാ നടൻ ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ വേഗം തന്നെ അവനെ ഒന്ന് നോക്കി. എനിക്ക് ഇഷ്ടപ്പെട്ട നടൻ ഷാറുഖ് ഖാനാണെന്ന് അവനറിയാം. അവനത് പറഞ്ഞും കാണും. അതുകൊണ്ട് ആ പേര് പറയണ്ട, വേറെ പറയാം. എന്താ മേഡം, ആൻസർ പറയൂ. അത് പിന്നെ എനിക്കിഷ്ടപ്പെട്ട നടൻ സെന്തിൽ. കിളി പോയി. സെന്തിൽ കറക്റ്റ് ആൻസറാണ് രണ്ടുപേരും പറഞ്ഞത്. വാ പൊളിഞ്ഞ് നിൽക്കുകയാണ് അഖില. അപ്പോൾ എല്ലാവരും കൈയടിച്ചു കേട്ടോ. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മേഡം, കോപം വന്നാൽ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ എന്താണെന്നാണ് വിളിക്കാറ്? കൂട്ടിത്താറാവ് എന്ന് പറഞ്ഞു. അവസാനം ശരി. അപ്പം നിങ്ങൾക്ക് കോപം വന്നാൽ നിങ്ങൾ എന്താ വിളിക്കാറ്? ഞാൻ അവനെ സാമ്പാർ എന്ന് വിളിക്കും. ഓക്കെ,
ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ പിന്നെ നിങ്ങളുടെ ഭർത്താവിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു ശീലം എന്താണ്? മദ്യപാനം. അവന് തണ്ണി വണ്ടിയാണ് ശരിക്കും. രാത്രി അവൻ്റെ മണം കാരണം അടുത്തേക്ക് പോകാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞു. ശരി, ഈ അവസാനത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ഫോൺ നമ്പറിൻ്റെ അവസാനത്തെ 4 ഡിജിറ്റ് നമ്പർ നിങ്ങളുടെ ഹസ്ബൻഡിന് അറിയോ ഇല്ലയോ? അറിയാം എന്ന് പറഞ്ഞു. അയ്യോ സോറി, അവർക്ക് അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അയ്യോ സോറി കേട്ടോ. അപ്പം നിങ്ങൾ ചോദിച്ച 4 ക്വസ്റ്റ്യൻസിനും ഉത്തരം 5 ക്വസ്റ്റ്യൻസിൽ 4 എണ്ണത്തിന് ശരി ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എന്താണ് പറഞ്ഞാലും നിങ്ങൾ വിജയിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അഖിലയെ സമാധാനിപ്പിച്ചു തന്നു. ഇനി അവസാനത്തെ കണ്ടസ്റ്റൻറ്റ് വന്നോളൂ എന്ന് പറഞ്ഞ് മീനുവിനെ വിളിച്ചു. അപ്പം മീനു അങ്ങോട്ടേക്ക് കയറി ചെന്നു. ശരി, എന്താ മേഡത്തിൻ്റെ പേര്? എൻ്റെ പേര് മീനാക്ഷി, എല്ലാവരും മീനു എന്ന് വിളിക്കും. നൈസ് നെയിം. നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ഫോണിൻ്റെ പാസ്വേഡ് ഒന്ന് പറയുമോ? എൻ്റെ ഹസ്ബൻഡിന് ഫോണിന് പാസ്വേഡില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ പറയൂ എന്ന് പറഞ്ഞു. എൻ്റെ ഫോണിനും പാസ്വേഡില്ല. നിങ്ങളുടെ 2 പേരുടെയും ഫോൺ അല്ലെങ്കിൽ ഒരു ദിവസം മാറി ഉപയോഗിക്കാൻ സാധിക്കുമോ? സാധിക്കും. ഒരു ദിവസമല്ല, വേണമെങ്കിൽ 1 വർഷം വരെ മാറി ഉപയോഗിക്കാം. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ 2 പേരും കറക്റ്റായിട്ട് ആൻസർ ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ് എല്ലാവരും ക്ലാപ്പ് ചെയ്തു കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ഹസ്ബൻഡിന് ഒരു പ്രണയം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ആ പെൺകുട്ടി ആരാണെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നോ എന്ന് ചോദിച്ചു. ഓ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. ഒരു പെൺകുട്ടിയുമായിട്ട് ഒരു അഫെയർ ഉണ്ടായിരുന്നു എന്ന് മീനു പറഞ്ഞു. ശരി, ഇനി കല്യാണത്തിന് മുൻപ് നിങ്ങൾ ആരെങ്കിലും പ്രണയിച്ചിരുന്നോ എന്ന് ചോദിച്ചു. അപ്പം മീനു പെട്ടു കേട്ടോ. മീനു ഇങ്ങനെ നോക്കുകയാണ്, ആകെ വല്ലാണ്ടായിപ്പോയി ആൾ. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ടെത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.